കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ മരിച്ച 2 മലയാളികളെ കൂടി തിരിച്ചറിഞ്ഞു. കണ്ണൂർ വയക്കര സ്വദേശി നിതിൻ, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇതോടെ മരിച്ച 20 മലയാളികളെയും തിരിച്ചറിഞ്ഞു. ഇനി 4 മലയാളികളെ കൂടിയാണ് തിരിച്ചറിയാനുള്ളത്. മൃതദേഹം ഒരുമിച്ച് നാട്ടിലെത്തിക്കാനാണ് തീരുമാനം. അതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് NBTC കമ്പനി അറിയിച്ചു. ആശ്രിതർക്ക് ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകും. വിവരങ്ങളുമായി TP പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം TP പ്രശാന്ത്, 24 മലയാളികൾ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി 4 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നഷ്ടപരിഹാരം പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ NBTCയുടെ നഷ്ടപരിഹാര തുകയും ഇപ്പോൾ എത്രയാണ് എന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജിയ, കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ 49 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിൽ 45 പേർ മലയാളികളാണ്, 45 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 24 പേർ മലയാളികളാണ്. അതിൽ 20 പേര് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രവുമല്ല, തീപിടുത്തത്തിൽ മലയാളികൾ കഴിയുന്ന ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയും മരിച്ചവരെ തിരിച്ചറിയാണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക ഏറുകയാണ്. അപകടത്തിൽ മരിച്ച മറ്റുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഫോറൻസിക് പരിശോധന എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇനിയും തിരിച്ചറിയുന്നവരിൽ മലയാളികൾ ഉൾപ്പെടുമോ എന്ന കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്. എന്തായാലും മലയാളികളുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് നോർക്ക അധികൃതർ നൽകുന്ന വിവരം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി ഇപ്പോൾ കുവൈറ്റിലുണ്ട്. കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയവുമായിട്ടുമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ എയർഫോഴ്സ് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വിമാനങ്ങൾ വിട്ടു നൽകും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ദില്ലിയിൽ സജ്ജമായിട്ടുണ്ട്. കുവൈറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതനുസരിച്ച് നിർദ്ദേശം ലഭിച്ചാൽ ദില്ലിയിൽ നിന്നും വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെടും. തുടർന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. നാളെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അവധി ആരംഭിക്കുന്നതിനാൽ തന്നെ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കും. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി മലയാളികളും ഒപ്പം NBTC കമ്പനിയുമെല്ലാം തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. NBTC കമ്പനി മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. അതോടൊപ്പം തന്നെ ആശ്രിതർക്ക് ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 5 ലക്ഷം രൂപ വീതവും RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള 2 ലക്ഷം രൂപ വീതവും നോർക്ക വഴി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കൈമാറും. കുവൈറ്റ് അമീറും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിമാനങ്ങൾ സജ്ജമാക്കാനും അമീർ നിർദ്ദേശം നൽകിയതുമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ കുവൈറ്റ് ഭരണകൂടം നടപടികൾ ശക്തമാക്കി തുടങ്ങി. ലേബർ ക്യാമ്പുകളിലും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള പരിശോധനകളും ഊർജിതമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് സംയുക്തമായിട്ട് തന്നെയാണ് പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ മുറികൾ തട്ടുകളായി തിരിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികളെ പാർപ്പിക്കുന്നതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത കെട്ടിട ഉടമകൾക്കെതിരെ പിഴ ചുമത്തുന്ന നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. TP പ്രശാന്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.